മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തിയാണ് PMശ്രീ പദ്ധതി. പക്ഷേ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നു. പദ്ധതിയിൽ നിന്ന് പെട്ടെന്ന് പിന്മാറാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ UDF സർക്കാർ നിലപാടെടുക്കുന്നത്. വളരെ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരങ്ങൾ നൽകുന്ന ഒരു MOUയിലാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും പിന്മാറാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ അവകാശമുള്ളൂ. 30 ദിവസത്തെ നോട്ടീസ് കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പിന്മാറാം, സംസ്ഥാന ഗവൺമെൻറ്റിന് പിന്മാറാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കരാറിൽ ഇടതുപക്ഷം ഒപ്പുവെച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. കരാറിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ അതൊരു ബ്രീച്ച്, അതായത് ഒരു കരാർ ലംഘനമായി പരിഗണിക്കപ്പെടുമെന്ന് വരെ ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിഷ്കർഷിക്കാൻ പറ്റുന്നൊരു കാര്യം, കരിക്കുലം അതേപോലെ തന്നെ ഇതിൻ്റെ സിലബസ്, ടെക്സ്റ്റ് ബുക്സ്, ഈ കാര്യത്തിൽ സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം. അപ്പോൾ ഇതിനകത്ത് NEPയുടെ ഒരു ഷോക്കേസിംഗ് ആയി സ്കൂൾ മാറണമെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ അത് തീർച്ചയായിട്ടും അമെൻഡ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, കർണാടകയിൽ ഇത് നടപ്പിലാക്കിയപ്പോൾ അവർ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മാത്രമാണ് PMശ്രീയുടെ പണം ഉപയോഗിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഏകപക്ഷീയമായി അവർക്ക് മാത്രമേ 30 ദിവസത്തെ നോട്ടീസിൽ ഇത് പിൻവലിക്കാൻ പറ്റുള്ളൂ എന്ന് ഒപ്പിട്ടിട്ട് പിന്നെ എങ്ങനെ മരവിപ്പിക്കുക? മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, LDF സർക്കാരിൻ്റെ കാലത്താണ് ഇത് ഒപ്പിട്ടത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ഒപ്പിടലിലൂടെ അത് കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ പാഠ്യപദ്ധതിയിൽ PMശ്രീയിൽ ഉൾപ്പെട്ടുമൊക്കെ പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചൊക്കെ പരിശോധിക്കും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് സാധ്യമാവുക? ഈ കരാറിൽ ഉൾപ്പെട്ടുകൊണ്ട് അങ്ങനെ ഭാഗികമായോ പൂർണ്ണമായോ മാറി നിൽക്കാൻ കഴിയും? മോദി, കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് PMശ്രീയിൽ കരാറിൽ ഒപ്പിട്ടതിനെതിരെ അന്ന് UDF ശക്തമായ പ്രതിഷേധവും അതിനെതിരെയുള്ള വിമർശനവും കടുപ്പിച്ചിരുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ വിഷയമായി വന്നിരുന്നു. അന്ന് UDF, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാക്കന്മാർ പറഞ്ഞിരുന്നത് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ കരാർ റദ്ദാക്കും, അറബിക്കടലിൽ എറിയുമെന്നൊക്കെ മന്ത്രി KM ഷാജിയുടെ പ്രസംഗം ഇപ്പോൾ ചർച്ചയാണ്. പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ വന്നു, PMശ്രീയുമായി മുന്നോട്ട് പോകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ അടിവരയിടുന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ ഡോക്ടർ M K മുനീറിൻ്റെ പ്രതികരണം. അദ്ദേഹം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് കരാർ ഒപ്പിട്ട് കഴിഞ്ഞു, ഇനി അതിൽ നിന്നും ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന് പിന്മാറാൻ കഴിയില്ല. ഈ കരാറിലെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ്, ഈ കരാറിൽ നിന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് കരാറിൽ കൃത്യമായ രീതിയിലുള്ളൊരു ക്ലോസ് ഉണ്ട്. അതുപോലെ ഒപ്പം തന്നെ NEP നടപ്പാക്കണം എന്നുകൂടി ഈ കരാറിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഉപസമിതിയെ വെച്ചിരിക്കുന്നത് ഈ കരാറിൽ നിന്നും പണം വാങ്ങിയെടുക്കുക, ഈ പാഠ്യപദ്ധതി മാറ്റം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സിലബസ് പഠിപ്പിക്കാതെ എങ്ങനെ ഈ കരാർ നടപ്പാക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഈ ഉപസമിതി, മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഉയർന്നൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഈ NEP ഇതിൻ്റെ ഭാഗമായി, ഈ PMശ്രീയുടെ ഭാഗമായി നടപ്പാക്കണമെന്ന് ഈ കരാറിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് മാറ്റിവെച്ച് എങ്ങനെ ഈ കരാർ PMശ്രീ പദ്ധതി നടപ്പാക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഈ മുസ്ലിം ലീഗ് നേതാവ് M K മുനീറിൻ്റെ വാക്കുകളിൽ നിന്നും ഈ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതിന് ഇപ്പോൾ ഉപസമിതിയുടെ ചെയർമാനായി നിശ്ചയിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് വിദ്യാഭ്യാസ മന്ത്രി കൂടിയ അഡ്വക്കേറ്റ് ഷംസുദ്ദീനെയാണ്. ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മന്ത്രിമാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവും മറുപടികളും നൽകേണ്ടി വരും. കാരണം കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് കടുത്ത പ്രതിഷേധം മുന്നോട്ട് വെച്ചവരാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ. ഒപ്പം തന്നെ മുസ്ലിം സംഘടനകളും സമാനമായ രീതിയിൽ തന്നെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ ഒപ്പിട്ടു, ശരിയാണ്, പക്ഷേ ഞങ്ങളത് മരവിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഈ മരവിപ്പിച്ച തീരുമാനമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോഴത്തെ സർക്കാർ എന്നുള്ള ഒരു നിലപാട് അവർ മുന്നോട്ട് വെക്കുമ്പോൾ ഈ സർക്കാരിന് ഇതിൽ എന്ത് മറുപടി പറയുമെന്നുള്ള കാര്യം നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നത് M K മുനീറിൻ്റെ വാക്കുകളിലൂടെ സർക്കാർ ഈ കരാറുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ ഇനി ലീഗ് ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിശദവിവരങ്ങൾ നൽകുന്നത്.